ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കുമേൽ ചുമത്തിയ 50% അധിക നികുതിയിൽ കൂപ്പുകുത്തി ഇന്ത്യൻ ഓഹരി വിപണി. അവധി ദിനമായ വിനായക ചതുർത്ഥിക്ക് ശേഷം വന്ന പ്രവൃത്തി ദിനമായി ഇന്നലെ മാത്രം 4 ലക്ഷം കോടിയുടെ നഷ്ടമാണ് ഓഹരി വിപണി നേരിട്ടത്. വരും ദിവസങ്ങളിലും സമാന നഷ്ടം ഉണ്ടാകുമോ എന്നാണ് നിക്ഷേപകരുടെ ആശങ്ക. ഇന്ത്യക്കുമേൽ അമേരിക്ക ചുമത്തിയ 50% ഇറക്കുമതി തീരുവ നിലവിൽ വന്നതിന് പിന്നാലെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ വൻ ഇടിവ്. അവധി ദിവസമായ വിനായക ചതുർത്ഥിക്ക് ശേഷം വന്ന പ്രവൃത്തി ദിനമായ ഇന്നലെ സെൻസെക്സ് 700 പോയിന്റ് ഇടിഞ്ഞ് 77,850 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ആകട്ടെ 215 പോയിന്റ് ഇടിഞ്ഞ് 23,450 അവസാനിച്ചു. BSE ലിസ്റ്റഡ് സ്ഥാപനങ്ങൾക്ക് ഏകദേശം 4 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് കഴിഞ്ഞ ദിവസം മാത്രമുണ്ടായത്. നിഫ്റ്റി IT സൂചിക 2.5% ഇടിഞ്ഞു. ലോഹവിലകൾ ഏകദേശം 3%, വാഹന വിപണിയിൽ 1.8% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ബാങ്കിംഗ് ഓഹരികളും കടുത്ത തിരിച്ചടിയാണ് വ്യാഴാഴ്ച നേരിട്ടത്. നിഫ്റ്റി ബാങ്ക് സൂചിക 1.5% ഇടിഞ്ഞു. സ്വകാര്യ ബാങ്കുകളാണ് വലിയ തിരിച്ചടി നേരിട്ടത്. പൊതുമേഖലാ ബാങ്കുകൾക്ക് താരതമ്യേന മികച്ച പ്രകടനം കാഴ്ചവെക്കാനായി. FMCG, ഫാർമ, പ്രതിരോധ മേഖലകളാണ് നേരിയ മുന്നേറ്റമുണ്ടാക്കിയത്. 0.5% മാത്രം നേട്ടമാണ് ഈ മേഖലയിലുണ്ടായത്. നിലവിലെ സാഹചര്യങ്ങൾ നിക്ഷേപകരിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ദീർഘകാലയളവിൽ ടാരിഫ് നിരക്കുകൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ലെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.